CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അത് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സ് വിട്ട് പുറത്തേക്ക് പോയില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ വിശദമായിട്ടുള്ള വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് സെർജിയോ കാസ്റ്റൽ എന്നുള്ള താരത്തെ കുറിച്ചാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് FC നല്ല സ്ട്രൈക്കർമാരൊക്കെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു താരമായിരുന്നു സെർജിയോ കാസ്റ്റൽ എന്നുള്ളത്. ഏതായാലും ഇദ്ദേഹത്തോടനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇനി ടീമിലേക്ക് എത്തിക്കില്ല എന്നാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഏതായാലും സ്പാനിഷ് പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലോയുടെ കീഴിൽ സെർജിയോ കാസ്റ്റലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക് ബന്ധിപ്പിച്ചതായി ഒരുപാട് റൂമറുകൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ആ ഒരു നീക്കം അവസാനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. മുൻകൂർ കരാറിൽ ഒപ്പിട്ടു എങ്കിലും ബംഗളൂരുവിൽ നടന്നിട്ടുണ്ടായിരുന്ന മെഡിക്കൽ പരിശോധനയ്ക്കിടയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ചെറിയൊരു കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. അതിനെ തുടർന്നുകൊണ്ട് തന്നെ ക്ലബ്ബ് ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുന്നതിൽ നിന്നും പിന്മാറിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി ഏതായാലും അടുത്തൊരു വാർത്ത എന്നുള്ളത് ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും വളരെയധികം സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായിട്ടുള്ള നോഹ സദോയ് എന്നുള്ള ഒരു താരത്തെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം ISLന്റെ 11ാമത്തെ സീസണിൽ ഏതൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നോഹ സദോയ് എന്നുള്ള ആ ഒരു താരത്തെ തന്നെയായിരുന്നു. അഡ്രിയ ലൂണ എന്ന് നമ്മൾ വിചാരിച്ച ഒരു പെർഫോമൻസ് ആരാധകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നോഹ സദോയ് ആണെങ്കിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായിരുന്നു നമുക്ക് തന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും അതിനെക്കുറിച്ച് തന്നെ നമുക്ക് നോഹ സദോയെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് മാർക്കസ് മെർഗുല എന്നുള്ള ആ ഒരു പ്രശസ്തമായ കായിക മാധ്യമ പ്രവർത്തകൻ. ഏതായാലും ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് നോഹ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ തുടരുക തന്നെ ചെയ്യും. കൂടാതെ തന്നെ അദ്ദേഹത്തിന് ഡേവിഡ് കാറ്റാലയുമായുള്ള പുതിയ പദ്ധതിയിൽ അഥവാ ഡേവിഡ് കാറ്റാലയുമായിട്ടുള്ള പുതിയ തന്ത്രത്തിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഇണങ്ങിച്ചേരാൻ സാധിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ മാർക്കസ് മെർഗുല പുറത്തേക്ക് വിടുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ISLന്റെ 12ാമത്തെ സീസണിൽ ഒരു പ്രതീക്ഷ കൂടിയാണ് മാർക്കസ് ഇപ്പോൾ തന്നിട്ടുള്ളത്. ഇനി ഏതായാലും അടുത്തൊരു വാർത്ത എന്നുള്ളത് അമീർ അടമഡ എന്നുള്ള ആ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ഏതായാലും കാറ്റാൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഈ ഒരു അമീർ അടമഡ എന്നുള്ള താരം ഒരു ഫുൾ ബാക്കായി കളിക്കുന്ന ഒരു താരം തന്നെയാണ്. ടീമിന് മികച്ച സന്തുലിതാവസ്ഥ നൽകാനും അദ്ദേഹത്തിന് സാധ്യത ചെയ്യും. അദ്ദേഹത്തിന്റെ പ്രതിരോധം, അച്ചടക്കം എന്നിവയിൽ സ്ഥിരത നൽകുവാനും കൂടാതെ തന്നെ അതേസമയം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഊർജ്ജസ്വലതയും ആക്രമണങ്ങൾ ഞങ്ങൾക്കൊരു അധികം മുൻതൂക്കവും നൽകാൻ അദ്ദേഹത്തിന് സാധ്യത തന്നെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ കൂട്ടുന്നത് നല്ല രീതിയിൽ ആവശ്യവുമുണ്ട് എനിക്ക്. ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം അമീർ അടമഡ എന്നുള്ള ആ ഒരു താരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.